ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു വേൾഡ് ഓഫ് സ്പേസിൽ. അപ്പോൾ ഈ ഒരു 2025 നിങ്ങൾ പ്രതീക്ഷിച്ചിരുന്ന ഏകദേശം എക്സാമുകളും കഴിയുകയുണ്ടായി. അപ്പോൾ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ നവംബർ ലാസ്റ്റ് കഴിഞ്ഞ നമ്മുടെ LSC ഡിഗ്രി 2 എക്സാം അത് കഴിഞ്ഞതോടുകൂടെ ഓവർസിയർ ലെവലുള്ള ഏകദേശം എക്സാമുകളും ഈ ഒരു വർഷം കഴിയുകയുണ്ടായില്ലേ. അപ്പോൾ ഇനി എല്ലാവരും അടുത്തിന് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നെക്സ്റ്റ് അടുത്ത വർഷം പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷനൊക്കെ അത് റിലേറ്റ് ചെയ്തിട്ട് ആ ഒരു ക്വസ്റ്റ്യൻ റിലേറ്റ് ചെയ്തിട്ടും ഒരുപാട് മെസ്സേജുകൾ നമുക്ക് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിനെ പറ്റിയൊക്കെ ഉള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഈ ഒരു 2026 നമുക്ക് പ്രതീക്ഷിക്കാവുന്ന കുറച്ച് നോട്ടിഫിക്കേഷൻസ് അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഡയറക്റ്റ് വീഡിയോയിലേക്ക് തന്നെ പോകാം. നമുക്കിവിടെ നോക്കിയാൽ അറിയാം, അസിസ്റ്റൻ്റ് എഞ്ചിനീയർ, അതായത് ബിടെക് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്ക് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ എക്സാം അതിൽ പ്രതീക്ഷിക്കാവുന്ന ഒരു നോട്ടിഫിക്കേഷനാണ് നമ്മുടെ കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് KSEBയിലുള്ള ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയർ പോസ്റ്റും. അതിൻ്റെ നമ്മുടെ ഈ ഒരു കഴിഞ്ഞ ലിസ്റ്റിൻ്റെ കാലാവധി ഈ ഒരു 2027 അതിൻ്റെ കാലാവധി തീരുന്നത്. ഓക്കെ, നമ്മുടെ KSEBയിലുള്ള ആ ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ ലാസ്റ്റ് ലിസ്റ്റിൻ്റെ എക്സ്പയറി ഡേറ്റ് എന്ന് പറയുന്നത് 2027 വരെയുണ്ട്. അപ്പോൾ അതിന് മുന്നോടിയായിട്ട് ഈ ഒരു 2026 അതിൻ്റെ ഒരു എക്സാം നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ തസ്തികയ്ക്ക് പോസ്റ്റിലേക്കും അടുത്ത ഒരു വർഷം നമുക്ക് 2026 നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇറിഗേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലും നമുക്കൊരു എയുടെ അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ ഹൈഡ്രോഗ്രാഫിക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിലും ഒരു അസിസ്റ്റൻ്റ് എഞ്ചിനീയറിൻ്റെ നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഇതിൻ്റെയൊക്കെ ലിസ്റ്റ് ഇപ്പം നിലവിലുള്ള ലിസ്റ്റ് എക്സ്പയർ ആവുന്ന 2027 ഓക്കെ, അപ്പോൾ അതിന് മുന്നോടിയായിട്ട് 2026 തന്നെ അടുത്ത വർഷം തന്നെ നമുക്ക് അതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ അതോടൊപ്പം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് നമ്മുടെ കേരള വാട്ടർ അതോറിറ്റിയിൽ ഒരു AE പോസ്റ്റ് നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ KLDC ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന നമുക്കൊരു അസിസ്റ്റൻ്റ് പ്രോജക്റ്റ് എഞ്ചിനീയറിൻ്റെ അപ്പോൾ അതിൻ്റെയും നമുക്കൊരു നോട്ടിഫിക്കേഷൻ, ഈ ഒരു ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അതിൻ്റെയും ഇത്രയും പോസ്റ്റുകളുടെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, ഇതിൽ ഞാൻ ഈ പറഞ്ഞ ഈ ഹൈഡ്രോഗ്രാഫിക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്നത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയറിന് വരുന്നതാണ് കേട്ടോ. അത് നമ്മുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് നമുക്ക് ബിടെക് ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഹൈഡ്രോഗ്രാഫിക് സർവേ ഡിപ്പാർട്ട്മെൻറ്റിൽ വരുന്ന നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷൻ എന്ന് പറയുന്നത് അത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അത് ഫസ്റ്റ് ഗ്രേഡ് ഓവർസിയർ തസ്തികയിലേക്കാണ് ആ ഒരു നോട്ടിഫിക്കേഷൻ വരുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് മറ്റൊരു പ്രതീക്ഷിക്കാവുന്ന നോട്ടിഫിക്കേഷനാണ് ഹാർബർ എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് ഡിപ്ലോമ ലെവൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ മറ്റൊന്നാണ് നമ്മുടെ KSEBയിൽ തന്നെ KSEBയിൽ തന്നെ സബ് എഞ്ചിനീയർ തസ്തികയിലേക്കും അതുപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ തസ്തികയിലേക്കും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഈ പറയുന്ന ലിസ്റ്റിൻ്റെയൊക്കെ കാലാവധി ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി 2027 വരെ ഉണ്ട്. ഓക്കെ, 2027 വരെ ഉണ്ട്. അപ്പോൾ 2027 ആ ലിസ്റ്റിൻ്റെ ഇപ്പം നിലവിലുള്ള ലിസ്റ്റിൻ്റെ കാലാവധി കഴിയുന്നതിനോട് അനുബന്ധിച്ച് അടുത്ത വർഷം തന്നെ ഇതിൻ്റെയൊക്കെ നോട്ടിഫിക്കേഷൻ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ കേരള വാട്ടർ അതോറിറ്റി ഗ്രേഡ് 1 നോട്ടിഫിക്കേഷൻ വരാൻ അടുത്ത വർഷം സാധ്യതയുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു ഡിപ്ലോമോ ലെവൽ ക്വാളിഫിക്കേഷൻ വെച്ചിട്ട്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മുടെ ബിടെക് ക്വാളിഫിക്കേഷൻ ഉള്ളവർക്കും ഈ നോട്ടിഫിക്കേഷൻസിനൊക്കെ അപ്ലൈ ചെയ്യാം. അതുപോലെ ഇനി അടുത്ത് വരുന്നത് നമ്മുടെ ITI-കാർക്ക് KLDC ഡിപ്പാർട്ട്മെൻറ്റിൽ ITI-കാർക്ക് ഗ്രേഡ് 3 വരുന്നുണ്ട്. ഓക്കെ, KLDC ഡിപ്പാർട്ട്മെൻറ്റിൽ ITI-കാർക്ക് ഗ്രേഡ് 3 ഒരു നോട്ടിഫിക്കേഷൻ നമുക്ക് അടുത്ത വർഷം പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ അതിൻ്റെയും ഞാൻ ഈ പറയുന്നതൊക്കെ ലിസ്റ്റ് ഇപ്പം നിലവിൽ വാലിഡ് ആണ്. അതായത് 2027 ആ ലിസ്റ്റ് കാലാവധി എക്സ്പയർ ആവുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ITI-കാർക്ക് നമ്മുടെ ദേവസ്വം ബോർഡിൽ ഓവർസിയർ വേക്കൻസി വരാം. അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷൻ KSCC കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നോട്ടിഫിക്കേഷൻ വരാം. ദെൻ അതുപോലെ തന്നെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആണ് നമ്മുടെ LSGD ഗ്രേഡ് 3 വരാം. LSGD ഗ്രേഡ് 3 നോട്ടിഫിക്കേഷന് നമുക്ക് ഈ ഒരു ITI ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് നെക്സ്റ്റ് ഇയറിൽ നമുക്ക് പ്രതീക്ഷിക്കാം.
ദെൻ ഇവർ കാണിച്ചിരിക്കുന്നത് പോലെ ഓവർസീൽ ഗ്രേഡ് 2. ഓക്കെ, ഓവർസീൽ ഗ്രേഡ് 2 ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 2 യൂണിവേഴ്സിറ്റീസ് ഓഫ് കേരളയിൽ നമുക്കൊരു വേക്കൻസി പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ KLDCയിൽ ഞാൻ ഈ നേരത്തെ പറഞ്ഞ KLDCയിലെ വേക്കൻസി ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ സർവേയർ ഗ്രേഡ് 2 കേരള ലാൻഡ് ഡെവലപ്മെൻറ്റ് കോർപ്പറേഷനിലും നമുക്ക് നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഈ IT ക്വാളിഫിക്കേഷൻ വരുന്ന എക്സാമുകളും ഇപ്പോൾ ബിടെക്കാർക്ക് എഴുതാമെന്നുള്ളത് കൊണ്ട് അതും ബിടെക്കാർക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അല്ലാതെ IT ക്വാളിഫിക്കേഷൻ മാത്രം ഉള്ളവർക്കാണെങ്കിൽ ഞാൻ ഈ പറയുന്ന പോലെ KLDC ഗ്രേഡ് 3 എക്സാം ഉണ്ട്. അതുപോലെ തന്നെ ദേവസ്വം ബോർഡിൽ ഓവർസിയർ തസ്തികയിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. അതുപോലെ തന്നെ KSCC കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നോട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഓക്കെ, കേരള സ്റ്റേറ്റ് കൺസ്ട്രക്ഷൻ കോർപ്പറേഷനിൽ നോട്ടിഫിക്കേഷൻ ഉണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന് ഇമ്പോർട്ടൻ്റ് ആണ്, നമ്മുടെ LSTD ഗ്രേഡ് 3. ഓക്കെ, അതും നമ്മുടെ ITI ക്വാളിഫിക്കേഷൻ മാത്രമുള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു ഇമ്പോർട്ടൻ്റ് നോട്ടിഫിക്കേഷനാണ്. ഓക്കെ, അപ്പോൾ ഇനി ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക് എല്ലാ വർഷവും വരുന്ന നോട്ടിഫിക്കേഷൻസ് ആണ് നമ്മുടെ SSC. ഓക്കെ, SSC JE അതുപോലെ തന്നെ RRB JE. SSC JEയും RRB JEയും ഇപ്പോൾ എല്ലാ വർഷവും എല്ലാ വർഷവും നോട്ടിഫിക്കേഷൻ വിളിക്കുന്നുണ്ട്. ഈ SSC JE ഒക്കെ നമുക്കിനി 2026 ജൂണിലൊക്കെ നമുക്ക് നോട്ടിഫിക്കേഷൻ അടുത്ത് പ്രതീക്ഷിക്കാം. അതുപോലെ തന്നെ നമ്മുടെ RRB JEയും ഇപ്പം 2025 പ്രകാരമുള്ള നോട്ടിഫിക്കേഷനിൽ നമുക്ക് ഈ നവംബറിലാണ് അപ്ലൈ ചെയ്യേണ്ട ഡേറ്റ് വരുന്നത്. സോ നമുക്ക് എക്സാം ഫെബ്രുവരി മാർച്ച് ആ സമയത്തൊക്കെ മേ ബി എക്സാം നടന്നേക്കാം. അതുപോലെ തന്നെ അടുത്ത് 2026 RRB JEയുടെ നോട്ടിഫിക്കേഷൻ വരാം. അത് ഏകദേശം ജൂലൈ ആ സമയത്തൊക്കെ മേ ബി നോട്ടിഫിക്കേഷൻ വന്നേക്കാം. അത് 2025 വിളിച്ച നോട്ടിഫിക്കേഷൻ എക്സാമൊക്കെ കഴിയുന്നത് പോലെയായിരിക്കും അതിൻ്റെ ഡേറ്റ് അനൗൺസ്മെൻ്റ് ഒക്കെ. അപ്പോൾ SSC നമുക്ക് സാധാരണ അറിയുന്നത് പോലെ എല്ലാ വർഷവും വരുന്ന നോട്ടിഫിക്കേഷനാണ്. അതുപോലെ തന്നെ RRB JEയുടെ നോട്ടിഫിക്കേഷനും ഇപ്പോൾ എല്ലാ വർഷവും RRB വിളിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം വിളിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ ഈ വർഷവും RRB JE നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതുപോലെ അടുത്ത വർഷം RRB JEയുടെ നോട്ടിഫിക്കേഷൻ വരാം. അപ്പോൾ അത് ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ ഉള്ളവർക്ക്, ഓക്കെ, ഡിപ്ലോമ ക്വാളിഫിക്കേഷൻ അതുപോലെ ബിടെക് ക്വാളിഫിക്കേഷനൊക്കെ ഉള്ളവർക്കാണെങ്കിൽ ആ 2 എക്സാം SSC JEയും RRB JEയും സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ ഇമ്പോർട്ടൻ്റ് എക്സാമുകളിൽ 2 എക്സാമുകളാണ് അത് വരുന്നത്. ഓക്കെ, അപ്പോൾ അതിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രതീക്ഷിക്കാം. അപ്പോൾ 2025 കഴിഞ്ഞ എക്സാമുകളിൽ കിട്ടാത്തവർക്ക് നിങ്ങളുടെ പഠിത്തമൊന്നും മുടങ്ങരുത്. നെക്സ്റ്റ് നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ട് പോവുക. അതുപോലെ നമുക്ക് ജനുവരിയിൽ നമ്മുടെ 2025 വന്ന നോട്ടിഫിക്കേഷൻ്റെ 2 എക്സാമുകൾ ജനുവരിയിൽ നടക്കുന്നുണ്ട്. ആ ജനുവരി എക്സാം ഡീറ്റെയിൽസ് നമ്മൾ മറ്റൊരു വീഡിയോയിൽ ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്നത് കണ്ടിന്യൂസ് ആയിട്ട് തന്നെ ചെയ്തുകൊണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ PSC ഇപ്പം റീസെൻ്റായിട്ട് നടന്ന ഗ്രേഡ് 2 എക്സാമുകൾക്ക് നമ്മുടെ ഡിപ്ലോമ ലെവൽ, അതായത് ഗ്രേഡ് 2 ലെവൽ ഓവർസിയർ ആയിരുന്നു. അതിൽ നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ലെവലൊക്കെ മാറിയിട്ടുണ്ട്. അതായത് കുറച്ചധികം സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വന്നിട്ടുണ്ട്. സോ നിങ്ങൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻ പേപ്പറൊക്കെ വർക്കൗട്ട് ചെയ്ത് നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തണം. എങ്ങനെയാണ് ക്വസ്റ്റ്യൻ്റെ പാറ്റേൺ, അങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ സ്വയം വിലയിരുത്തുക. എന്നാൽ മാത്രമേ നമുക്ക് ഇനിയുള്ള എക്സാമുകൾ നിങ്ങൾക്ക് എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ ശ്രദ്ധിക്കുക. അതോടൊപ്പം കണ്ടിന്യൂസ് ആയിട്ട് തന്നെ പഠിച്ചുകൊണ്ടിരിക്കുക. ക്വിസിൻ്റെയൊക്കെ തിരക്കുണ്ട്. സോ അതിനോടൊപ്പം തന്നെ നിങ്ങൾ പഠനവും പാരലായിട്ട് തന്നെ കൊണ്ടുപോവുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.